ഹായ്, ഇന്നിതാ ഇതേപോലുള്ള ചെറിയ പ്ലാസ്റ്റിക് കുപ്പികൾ, ഈ കുപ്പികൾ വെച്ചിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു ഷോക്ക് പീസാണ് ഇന്ന് നമ്മൾ നിർമ്മിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഇന്നത്തെ വീഡിയോ നമുക്ക്. അപ്പോൾ അത് 3 ഫിസിൻ്റെ ചെറിയ കുപ്പികളാണ് നമ്മൾ എടുത്തത്. 2 ഒരു വലുപ്പവും 1 അതിനേക്കാൾ കുറച്ചുകൂടി ചെറിയതും. അപ്പോൾ 3 കുപ്പികൾ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കുപ്പികളുടെ മുകൾ ഭാഗത്തും താഴെ ഭാഗത്തും ആയിട്ട് നമ്മളിതാ ഏത് രീതിയിൽ നമുക്ക് വളഞ്ഞൊക്കെ കിട്ടുന്ന കമ്പി കൊണ്ട് നമ്മൾ കെട്ടിയെടുക്കുന്നുണ്ട്. കെട്ടുകമ്പി, ഇത് അലൂമിനിയം കമ്പി കൊണ്ടാണ് നമ്മൾ കെട്ടിയെടുക്കുന്നത്. ഇത് നമുക്ക് ഇതേപോലെ വളഞ്ഞു കിട്ടുന്ന ഏത് തരം കമ്പി വേണമെങ്കിലും ഇതിനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ 3 ബോട്ടിലിന് നമ്മൾ കെട്ടുകമ്പികൾ കെട്ടിയെടുത്തു. മുകളിലും താഴെയായിട്ട് നമ്മൾ കെട്ടുകമ്പി കെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് വാൾപുട്ടിയാണ്. വാൾപുട്ടി നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴച്ചെടുക്കുന്ന അതേ പരുവത്തിൽ നമ്മൾ ഇതേപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ചെടുത്തതിന് ശേഷം നമ്മൾ കയ്യിൽ വെച്ച് തന്നെ അതൊന്ന് പരത്തിയെടുത്തതിന് ശേഷം നമുക്ക് ഈ ബോട്ടിലിന് മുകളിൽ അത് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ബോട്ടിലിന് മുകളിൽ മുഴുവനായിട്ടും, അതായത് ബോട്ടിലിൻ്റെ പുറംഭാഗത്തൂടെ മുഴുവനായിട്ടും നമുക്ക് ഈ പുട്ടി കൊണ്ട് പൊതിഞ്ഞെടുക്കണം. അപ്പോൾ ഒരു ബോട്ടിൽ നമ്മൾ പുട്ടിയിൽ പൊതിഞ്ഞെടുത്തു. ഇനി നമുക്ക് ബാക്കിയുള്ള 2 ബോട്ടിലുകളും ഇതേപോലെ തന്നെ പുട്ടിയിൽ പൊതിഞ്ഞെടുക്കാം. അപ്പോൾ നമ്മുടെ 3 ബോട്ടിലുകൾ നമ്മൾ പുട്ടി കൊണ്ട് പൊതിഞ്ഞ് റെഡിയാക്കിയെടുത്തു. അപ്പോൾ ആ കമ്പികളൊക്കെ നമ്മൾ ഇതേപോലെ ഒന്ന് വളച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിതാ ഒരു മിനി ബെഞ്ച് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമ്മളിതാ ചെറിയ മരത്തിൻ്റെ പീസ് ഉപയോഗിച്ചുകൊണ്ട് മിനി ബെഞ്ചാണ് നമ്മൾ റെഡിയാക്കി എടുത്തത്. ഈ ബെഞ്ചിന് മുകളിലേക്ക് ഇനി 3 ബോട്ടിലുകളും നമുക്ക് ഫിറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ അതിൻ്റെ മുകളിൽ ഫെവിക്കോൾ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്ലൈ ചെയ്ത ശേഷം നമ്മൾ അതിന് മുകളിൽ പുട്ടി പരത്തി വെച്ചതിന് ശേഷം അത് നനച്ചതിന് ശേഷം അതിന് മുകളിൽ നമ്മൾ ഈ ബോട്ടിലുകൾ ഫിറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് പുട്ടിയിൽ പൊതിഞ്ഞ ഒരു ബോട്ടിൽ നമ്മൾ നമ്മുടെ ബെഞ്ചിൽ ഫിറ്റ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ബാക്കി വരുന്ന 2 ബോട്ടിലുകൾ അതേപോലെ തന്നെ ഫിറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അത് നമ്മുടെ പുട്ടിയിൽ പൊതിഞ്ഞ 3 ബോട്ടിലുകളും നമ്മുടെ ബെഞ്ചിൽ നമ്മൾ ഒട്ടിച്ചെടുത്തു, ഫിറ്റ് ചെയ്തെടുത്തു. ഇനി ഇത് സെറ്റായിട്ട് വേണം, അതായത് ഒരു 24 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മൾ ബാക്കി ചെയ്യുന്നത്. അപ്പോൾ അത് 24 മണിക്കൂർ കഴിഞ്ഞു. നമ്മുടെ ബോട്ടിലുകളൊക്കെ നന്നായിട്ട് ഫിറ്റായിട്ടുണ്ട്, നന്നായിട്ട് ഒട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ കാലുകൾ അതേപോലെ കൈകളൊക്കെ നമുക്ക് ഈ കമ്പികളൊക്കെ പുട്ടിയിൽ പൊതിഞ്ഞിട്ട് നമുക്ക് റെഡിയാക്കിയെടുക്കാം.
അപ്പോൾ അത് കാലുകളും കൈകളൊക്കെ നമ്മൾ റെഡിയാക്കി എടുത്തു. ഇനി നമുക്ക് ഈ വയറിൻ്റെ ഭാഗം വരുന്ന ഭാഗം, അതായത് ഇതിൻ്റെ മുൻഭാഗത്തേക്ക് വരുന്ന ഭാഗത്തിൻ്റെ സൈഡ് ഭാഗത്തിലൂടെ നമുക്ക് ഇതേപോലെ പുട്ടി പരത്തിയതിന് ശേഷം നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതേപോലെ കുറച്ച് പുട്ടിയെടുത്ത് ഉരുട്ടിയ ശേഷം നമുക്ക് ഇതിൻ്റെ തല ഒട്ടിച്ചു കൊടുക്കാം. തലയുടെ മുകൾ ഭാഗത്ത് പുട്ടി ഉരുട്ടിയ ശേഷം നമ്മൾ കണ്ണുകൾ കൊടുക്കുന്നുണ്ട്, പിന്നെ നമ്മൾ അതിൻ്റെ മൂക്കുകൾ കൊടുക്കുന്നുണ്ട്, പിന്നെ നമ്മൾ അതിൻ്റെ വായ എല്ലാം നമ്മൾ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ഒരാളെ നമ്മൾ ഏകദേശം റെഡിയാക്കി എടുത്തു. ഇനി നമുക്ക് ബാക്കി വരുന്ന രണ്ടാളെയും കൂടി ഇതേപോലെ റെഡിയാക്കി എടുക്കുക. അപ്പോൾ അതാ 3 പേരെയും നമ്മൾ റെഡിയാക്കി അടിപൊളിയായിട്ട് ക്രിയേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ആവണം. അതായത് 24 മണിക്കൂർ വെയിറ്റ് ചെയ്ത് തുടങ്ങിയിട്ട് നമുക്ക് നന്നായിട്ട് പെയിൻ്റ് അടിച്ചെടുക്കുക. അതേപോലെ ഇതിൻ്റെ ഫിനിഷിങ് പണിയൊക്കെ ചെയ്യാം. അപ്പോൾ അത് നന്നായിട്ട് ഉണങ്ങി സെറ്റായിട്ടുണ്ട്. 24 മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്തു. ഇനി നമ്മൾ പെയിൻ്റ് അടിച്ചെടുക്കുകയാണ്. ആദ്യം നമ്മളൊരു പച്ച കളർ നമ്മൾ ബേസ് കോട്ടായിട്ട് മുഴുവനായിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. പിന്നീടാണ് നമ്മൾ അതിൻ്റെ കളറുകളൊക്കെ റെഡിയാക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ പെയിൻറ്റിംഗ് ഒക്കെ കഴിഞ്ഞു. 3 പേരും ബെഞ്ചിൽ അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഈ ക്രാഫ്റ്റ്, അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ എത്തിക്കുക, അതേപോലെ ലൈക്ക് തരിക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ സ്നേഹത്തോടെ ബൈ ബൈ. Some things are not the same as they were a year ago, but all will be okay. I move on each and every day. The past is where it stays, way back a year ago. I've changed for the better this time. I thought I would never be fine. I strive just to say I'm alright, and for the first time in a long time I'm alright. I've seen a lot of change, been through a lot of pain. Some things are not the same as they were a year ago, but all will be okay. I move on each and every day. The past is where it stays, way back a year ago.